പാലക്കാട് വടകരപ്പതിയിൽ വയോധികയെ കൊലപ്പെടുത്തി കത്തിച്ച് കുഴിച്ചുമൂടിയത് മൂക്കുകുത്തി കവർച്ച ചെയ്യാൻ വേണ്ടിയെന്ന് പോലീസ്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചത്. പരിശോധനയിൽ മുഖ്യപ്രതിയുടെ വീടിന്റെ പിൻവശത്തു നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. കൊല്ലപ്പെട്ട സരസമ്മാളിന്റെ മൂക്കുകുത്തികളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട അട്ടയമ്പതി സ്വദേശി ഉദയകുമാർ, മറ്റൊരു 17-കാരൻ, ഈ രണ്ടുപേരെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. ജൂൺ 10-ന് രാവിലെ വീടിന് മുൻവശത്ത് കൂടെ പോവുകയായിരുന്ന വയോധികയെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഉദയകുമാറിന്റെ മൊഴി. ജൂൺ 10 മുതലാണ് സരസമ്മാളിനെ കാണാതായത്. തുടർന്ന് മകൾ ജൂൺ 12-ന് കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് സരസമ്മാൾ പോകാനിടയുള്ള സ്ഥലങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. പ്രദേശവാസികളായ ഉദയകുമാറിനെയും 17-കാരനെയും ഇതേ ദിവസം തന്നെ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് ഇവരെക്കുറിച്ചും അന്വേഷിച്ചു വരികയായിരുന്നു. ഇരുവരെയും തമിഴ്നാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സരസമ്മാൾ 2 മൂക്കുത്തി അണിഞ്ഞിരുന്നു. ഇത് കൈക്കലാക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ജൂൺ 10-ന് രാവിലെ ഉദയകുമാറിന്റെ വീടിന്റെ മുൻവശത്തുകൂടി പോവുകയായിരുന്ന വയോധികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തിയത്. ഉദയകുമാർ ആദ്യം ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും പിന്നീട് കൊടുവാൾ കൊണ്ട് കഴുത്തിന് വെട്ടുകയുമായിരുന്നു. അതിനുശേഷം മൃതദേഹം ശുചിമുറിയിൽ ഇരുമ്പ് ഡ്രമ്മിലാക്കി കത്തിച്ചു. പകുതി കത്തിയ നിലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി കുഴിച്ചുമൂടിയതായും പ്രതികൾ മൊഴി നൽകി. ഉദയകുമാറുമായി നടത്തിയ തെളിവെടുപ്പിൽ വീടിന് പിന്നിൽ നിന്ന് ശരീരാവശിഷ്ടം കണ്ടെടുത്തു. ഈ അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വയോധിക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. മൂക്കുത്തികൾ മാത്രമായിരുന്നു സ്വർണമായി ഇവരുടെ പക്കലുണ്ടായിരുന്നത്. മൂക്കുത്തികൾ പോലീസ് കണ്ടെത്തിയതായാണ് വിവരം. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.